കാരണസൂകരായ നമഃ, തസ്മൈ കാരണസൂകരായ നമഃ എന്ന് പറയാണ്. ആ കാരണസൂകരത്തിന് നമസ്കാരം. സൂകര എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി. സൂകര, ശങ്കരഃ ശം കരോതി ഇതി ശങ്കരഃ, സൂം സൂം കരോതി ഇതി സൂകരഃ. എന്താണ് സൂം സൂം? ഈ പന്നികൾക്ക് മൂക്കിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്ര നീള മൂക്കിലായിരിക്കും അല്ലേ, നീണ്ട മൂക്കൾ. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമല്ലോ അല്ലേ. എനിക്ക് അങ്ങനെ ആക്കാൻ പറ്റുന്നില്ല, അങ്ങനെയല്ലേ പറയാം, സൗണ്ട്, അങ്ങനത്തെ ഒരു സൗണ്ട് അല്ലേ വരിക, അതിനാണ് സൂം സൂം. നമുക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുമല്ലോ അല്ലേ. ഈ ഫോറിനേഴ്സിനൊന്നും അത് ഇഷ്ടമല്ല. എന്താണെന്ന് പറയാന്നറിയോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു സുഖമില്ല. അവർ പറയും മൂക്ക് ചീറ്റിട്ട് വരും, ചുമ്മാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ എന്ന് പറയും. അപ്പം സൂം സൂം കരോതി ഇതി സൂകര. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഗന്ധപ്രധാനമാണല്ലോ പന്നികൾ. ഈ പന്നികളുടെ മൂക്ക് ഇങ്ങനെ നീണ്ടായിരിക്കുമല്ലോ, അത് എപ്പോഴും തല താഴ്ത്തിയേ നടക്കുകയുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ പന്നികളെ? ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പന്നികളെ ശ്രദ്ധിച്ച് നോക്കണം. പന്നി തല താഴ്ത്തിയേ നടക്കുകയുള്ളൂ, മുകളിലേക്ക് നോക്കുകയില്ല. ഭൂമിയിലേക്കായിരിക്കും ശ്രദ്ധ കൂടുതൽ. എന്നിട്ട് ഇങ്ങനെ മണന്നുകൊണ്ടിരിക്കും. മണന്നോന്ന് വന്നിട്ട് എവിടെയാണ് താമസിക്കുന്നവർ? മലമൂത്രാദികൾ എവിടെയുണ്ടോ, മലമൂത്രാദികൾ നല്ല സ്ഥലത്ത് അവർക്ക് മജ മജ ആണ്. എന്ത് മജ മജ? ഹിന്ദിയിൽ പറയുമല്ലോ, നല്ല സുഖമാണെന്ന് പറയാൻ മജ മജ. എന്ത് മജ മജ? ഒരു ജോലിയും ചെയ്യേണ്ട, സുഖമായിട്ട് ഈറ്റോ ഈറ്റ്. ഗുരുദേവ സ്വാമി ചിന്തയാനന്ദജിയുടെ ഭാഷയിൽ പറയണത് ഈറ്റോ ഈറ്റ്, ഒരു ജോലിയില്ല, സുഖമായിട്ട് അവിടെ ഇരിക്കുക അല്ലേ. പക്ഷെ അവർ ചെയ്യുന്നത് എന്താണ്? പരമമായിട്ടുള്ള യജ്ഞമാണ്. എന്താണ് യജ്ഞം? യജ്ഞം എന്ന് പറയുമ്പോൾ കളക്റ്റീവ് എൻഡവർ എന്ന് പറയും. മാക്സിമം ആൾക്കാർക്ക് ബെനിഫിറ്റ് നൽകുന്ന, കളക്റ്റീവായിട്ട് എല്ലാവരും കൂടിച്ചേർന്ന് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ക്രിയ, അതിനാണ് യജ്ഞം എന്ന് പറയുന്നത്. ഈ പന്നി എന്താ യജ്ഞം ചെയ്യുന്നത്? ഭൂമിയെ ശുദ്ധീകരിക്കുകയാണല്ലോ. ഈ മലമൂത്രാദികളൊക്കെ ഭക്ഷിക്കും അല്ലേ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പം അതല്ലേ വേസ്റ്റ് ഡിസ്പോസൽ എന്ത് ബുദ്ധിമുട്ടാണ്. അതും സാധാ വേസ്റ്റ് ഒന്നുമല്ല, നമ്മുടെ മലമൂത്രങ്ങളല്ലേ. മലമൂത്രങ്ങൾ നല്ല സുഗന്ധമാണല്ലോ അല്ലേ. ആ സുഗന്ധമുള്ള മലമൂത്രങ്ങളെ ഒരു അറപ്പും ഇല്ലാതെ അത് കഴിച്ച് വൃത്തിയാക്കുന്നതല്ലോ അല്ലേ. ഇതിലും കൂടുതൽ യജ്ഞം എന്താ വേണ്ടത്? അപ്പം അത് ഭൂമിയോട് അത്രയധികം സ്നേഹമുള്ളതുകൊണ്ടല്ലേ ചെയ്യുന്നത്. പലരും ഉദാഹരണം പറയുന്നത് പശു കിടാവ്. കിടാവിനെ പ്രസവിക്കുമ്പോൾ പശു എന്ത് ചെയ്യും? ആ രക്തവും ഇതൊക്കെ നക്കി 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 വൃത്തിയാക്കുമല്ലോ അല്ലേ. അതിനൊരു അറപ്പൊന്നും തോന്നില്ലല്ലോ, വാത്സല്യം കൊണ്ടാണല്ലോ. അതേപോലെ തന്നെയാണ് പന്നികൾ ഭൂമിയോടുള്ള സ്നേഹം കാരണം ആ ഭൂമിയെ വൃത്തിയാക്കാണ് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപഃ, അദ്ഭ്യ പൃഥിവി. പഞ്ചഭൂതങ്ങൾ. ഓരോ പഞ്ചഭൂതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടല്ലോ. ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്, വായുവിൻ്റെ ഗുണം സ്പർശം, അഗ്നിയുടെ ഗുണം കാഴ്ച രൂപം, ജലത്തിൻ്റെ ഗുണം രസം, ഭൂമിയുടെ ഗുണം ഗന്ധമാണല്ലോ. ഭൂമിയുടെ ഗുണം ഗന്ധമാണ്. ഈ ഗന്ധത്തിനെ നമ്മൾ ഗ്രഹിക്കുന്നത് ഏത് ഇന്ദ്രിയത്തിലൂടെയാണ്? മൂക്കിലൂടെ. ഗന്ധത്തിനെ ഗ്രഹിക്കുന്നത് മൂക്കിലൂടെയാണല്ലോ. അതുകൊണ്ടാണ് ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നുമാണ് വരാഹം പ്രത്യക്ഷപ്പെട്ടത്. എന്തുകൊണ്ട്? വരാഹം ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി, ഭൂമിയുടെ മാലിന്യങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടാണല്ലോ ശരിക്കും പന്നികൾ അവതരിക്കുന്നത്. അപ്പം ആ ഭൂമിയെ ഇഷ്ടപ്പെടണമെങ്കിൽ ഭൂമിയുടെ ഗുണമായ ഗന്ധത്തിനെ ഗ്രഹിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ വേണം. അതുകൊണ്ടാണ് പന്നികൾക്ക് മൂക്ക് ഇങ്ങനെ നീണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, യജ്ഞവരാഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടതും ഈ ഭൂമിയെ ഗ്രഹിക്കാനുള്ള ഇന്ദ്രിയമാകുന്ന ബ്രഹ്മദേവന്റെ മൂക്കിലൂടെയാണ് വന്നതാര്? വരാഹമൂർത്തി. അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു തത്വം. ഇനി യജ്ഞവരാഹം എന്ന് നമ്മൾ പറയുമല്ലോ, യജ്ഞസ്വരൂപമാണ്. ഈ വരാഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടിട്ട് രണ്ടുപേരും തമ്മിൽ യുദ്ധമൊക്കെ നടന്നു, ഹിരണ്യാക്ഷനും ഈ വരാഹമൂർത്തിയും തമ്മിൽ. അപ്പം ചലിക്കുമല്ലോ ജലത്തിൽ, സമുദ്രത്തിൽ ഇളക്കം ഉണ്ടാകുമല്ലോ. ആ ഇളക്കത്തിൽ നിന്നും വാലിൽ നിന്നും, പന്നിയുടെ ഈ വാലിൽ നിന്നും ഒക്കെ വെള്ളം ഇങ്ങനെ തെറിച്ച് പോയിട്ട് ഊർധ്വലോകത്തിലേക്കൊക്കെ ഇങ്ങനെ പതിച്ചു എന്നാണ്. നമ്മളും തമ്മിൽ ഇങ്ങനെ വെള്ളം വെച്ച് കളിക്കാറില്ലേ, കുട്ടികളൊക്കെ കളിക്കുമല്ലോ. കുളിക്കുമ്പോൾ അപ്പുറത്തുറത്തൊക്കെ വെള്ളം തെളിച്ച് ഒരു രസമാണല്ലേ കളിക്കാൻ. പക്ഷെ മുതിർന്നു കഴിഞ്ഞാൽ ഒരു
കുട്ടിത്വം നമ്മുടെ ഉള്ളിൽ പോയി പോകും. അതുകൊണ്ട് നമ്മൾ പറയും അപ്പുറത്ത് തെളിക്കരുത്, ഇവിടെ തെളിക്കരുത്, എനിക്ക് വൃത്തിയാക്കണ്ടേ, കഷ്ടമാണല്ലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ നിന്ന് നിന്നെ കുളിച്ചോണം കേട്ടോ. കുട്ടികൾക്കറിയോ, കുട്ടികൾ വന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ സുന്ദരമായിട്ട് ആക്കും. കുട്ടികൾക്ക് സ്വയം കുടിക്കണമല്ലോ അല്ലേ, കാര്യങ്ങളൊക്കെ ചെയ്യണം, സ്വയം ചെയ്യണമല്ലോ, ഭക്ഷണം സ്വയം കഴിക്കണം. അപ്പോൾ അവർക്ക് പ്ലേറ്റിൽ വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ അവർ സുന്ദരമായിട്ട് കഴിക്കും. അവിടെ ഒക്കെ എല്ലാം നല്ല വൃത്തിയായിട്ട് ചുറ്റുമുള്ള ആക്കി വെക്കും. നമുക്കത് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് നമ്മൾ പറയില്ല ഞാൻ എടുത്തു തരാം, നീ കഴിച്ചോളാൻ മതി, നീ കഴിക്കണ്ട സ്വയം. അതുപോലെ വെള്ളം കുടിക്കാൻ എന്ത് ചെയ്യും, കുട്ടികളെടുക്കും ഗ്ലാസ്സിൽ, ഞാൻ തന്നെ കുടിക്കും, എന്നിട്ട് എടുക്കും, എന്നിട്ട് ഇങ്ങനെ വെക്കും, പാതിയും താഴെ പോകും അല്ലേ, താഴെ മുഴുവൻ വെള്ളയാവും. പിന്നെ നമ്മളത് തുടക്കേണ്ടി വരും. അപ്പം നമ്മൾ പറയും വേണ്ട വേണ്ട, ഞാൻ കുടിച്ചു തരാം, അമ്മ എടുത്തു തരാം കേട്ടോ, നീ കുടിച്ചാൽ മതി കേട്ടോ, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. ഇപ്പം പറയാൻ വന്നത്, രണ്ടുപേരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ വെള്ളം എല്ലായിടത്തും തെറിച്ചു പോയി ലോകത്തിലേക്കും പോയപ്പോഴത്തേക്കും അവിടെയുള്ള വലിയ വലിയ സൂക്ഷ്മ രൂപികളായിട്ടുള്ള ദേവന്മാർ, ഗന്ധർവന്മാർ, ഊർധ്വ ലോകത്തിലുള്ള ജീവന്മാരെല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടു എന്ന്. അത്രയും പവിത്രമായിരുന്നു ആ യജ്ഞവരാഹത്തിൻ്റെ ആ ഒരു സ്പർശത്തിൽ നിന്നുണ്ടായ ആ ഒരു ജലത്തിൻ്റെ മഹിമ. ഈ യജ്ഞവരാഹമൂർത്തി കർമ്മസ്വരൂപിയായിട്ടുള്ള അവതാരമാണ്. ഭഗവാന്റെ കർമാവതാരമാണ് യജ്ഞവരാഹമൂർത്തി. എന്താണ് കർമാവതാരം? കർമ്മത്തിന് തന്നെ 2 വശങ്ങളുണ്ട്. ഈ യജ്ഞവരാഹമൂർത്തിയും ഒന്നാമത്തത് അത് പന്നിയാണല്ലോ അല്ലേ. അപ്പം നമ്മൾ പന്നിയായിട്ട് നമുക്ക് കാണാം, ഇല്ലെങ്കിൽ അതിനെ ഭഗവാനായിട്ട് കാണാം. അപ്പോൾ 2 രൂപങ്ങൾ. പന്നിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ കാണില്ല, ഭഗവാനായിട്ട് കണ്ടു കഴിഞ്ഞാൽ പന്നിയെ കാണില്ല അല്ലേ. പക്ഷെ രണ്ടും കൂടി യോജിപ്പിച്ചും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെയാണ് കർമ്മവും. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും വേണമെങ്കിൽ നമ്മളെ താഴ്ത്തി കൊണ്ടുപോവാം, അല്ലെങ്കിൽ നമ്മളെ ഉയർത്തി കൊണ്ടുപോവാം. കർമ്മം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ഫലം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം ഉത്കൃഷ്ടമായി തീരും. നിസ്വാർത്ഥമായി എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാവർക്കും പ്രയോജനം നൽകുന്ന രീതിയിൽ നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ഉത്കൃഷ്ടതയിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിലോ അതേ കർമ്മം തന്നെ നമ്മളെ താഴ്ചയിലേക്ക് കൊണ്ടുപോകും. അതാണ് സൂചിപ്പിക്കുന്നത് യജ്ഞവരാഹ മൂർത്തി. ഇനി എന്തുകൊണ്ടാണ്, ആരാണ്, അപ്പം ചോദ്യം വരികയാണ്, ആരാണ് ഈ ഹിരണ്യാക്ഷൻ? ഹിരണ്യാക്ഷൻ എന്തിനെയാണ് യജ്ഞവരാഹമൂർത്തിയായിട്ട് വഴക്കു കൂടിയത്? എന്നിട്ട് ഹിരണ്യാക്ഷൻ എന്തുകൊണ്ടാണ് ഭൂമിയെ രസാതലത്തിലേക്ക് കൊണ്ടുപോയി വെച്ചത്? ഈ ചോദ്യങ്ങളൊക്കെ വരുമല്ലോ അല്ലേ. അപ്പം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നമുക്ക് അടുത്ത സെഷൻ അല്ലേ.